ഹായ് മക്കളെ, എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിലെ ഒരു കിടിലൻ ക്വസ്റ്റ്യൻ കണ്ടാലോ? നോക്കുക, 1024 ഹോൾ റേസ് ടു -4/5. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് അതിന്റെ പവറിന്റെ ഡിനോമിനേറ്റർ എന്താണെന്നാണ്. 5 അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഉള്ളിലുള്ള നമ്പറിലെ ബേസ് അതിനെയും 5 പവറായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു നമ്പറായിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾ എന്നിപ്പോൾ എന്ത് ചെയ്യുക, 1024 വരുന്ന പവർ 5 വരുന്ന ഏതെങ്കിലും നമ്പർ ആലോചിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ 2/5 എന്ന് പറയുമ്പോൾ 1024 അല്ല, 3/5 നോക്കുക, അല്ല 4/5 നിങ്ങൾക്ക് കറക്റ്റ് 1024 എന്ന് കിട്ടും. അപ്പോൾ 1024 വരെ നിങ്ങൾ എന്ത് കൊടുക്കുക, 4/5 കൊടുക്കുക. ഹോൾ റേസ് ടു എന്താ പവർ, -4/5 അല്ലേ? ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഒരു നമ്പർ, ഒരു ബേസ്, അതിനൊരു പവർ, വീണ്ടും ഒരു പവർ എന്ന് നമ്മൾ എന്താ ചെയ്യുക, ആ സെയിം ബേസ് എഴുതുന്നിട്ടോ ഈ രണ്ട് പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. 5 × -4/5. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 5 കട്ടായി പോയി, മേലത്തെ 5 താഴത്തെ 5 കട്ടായി പോയി. എന്താ വരിക, 4/-4. അതെന്തായി, 1/4/4 എന്നായി. 4/-4 എന്ന് പറഞ്ഞാൽ 1/4/4 അല്ലേ? ഇതാണ് ഫൈനൽ ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ പവറിൻ്റെ ഡിനോമിനേറ്റർ എത്രയാണോ അത് പവർ വരുന്ന രീതിക്ക് ബേസിനെ മാറ്റി എഴുതാൻ ശ്രമിക്കുക. സോ ദാറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കട്ടായി പോകും. ഓക്കെ അല്ലേ? ഓൾ ദ ബെസ്റ്റ്.